എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ മിക്ക ദിവസങ്ങളിലും അയാളുടെ വീടിനടുത്തുള്ള ഒരു ദേവാലയത്തിന്റെ സെമിത്തേരിയിലെ കല്ലറയിൽ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു മടങ്ങുന്നത് പതിവായിരുന്നു. ഈ പതിവ് കാഴ്ചയിൽ ജിജ്ഞാസ തോന്നിയ ഒരാൾ ഈ ചെറുപ്പക്കാരനോട് അതിനെപ്പറ്റി ചോദിച്ചു. അയാൾ തന്റെ കഥ ആ മനുഷ്യനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രസവിച്ച ഉടൻ വഴിയരികിൽ ഏതോ അമ്മ ഉപേക്ഷിച്ചു പോയ അനാഥ ബാലനായിരുന്നു ഞാൻ. വഴിയരികിലെ പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട വൃദ്ധയായ ഒരു സ്ത്രീ എന്നെ എടുത്തു വളർത്തി. നീണ്ട 20 വർഷങ്ങൾ കടന്നുപോയി. എന്നെ തിരക്കി ആരും വന്നില്ല. എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളുമെല്ലാം ഈ അമ്മയായിരുന്നു. ആ അമ്മച്ചിയാണ് ഈ കല്ലറയിൽ ഉറങ്ങുന്നത്. 85-ാം വയസ്സിലാണ് അമ്മച്ചി എന്നെ വിട്ടുപോയത്. അന്ന് കുപ്പത്തൊട്ടയിൽ കരഞ്ഞ എന്റെ കരച്ചിൽ മാറ്റുവാൻ ദീർഘമായ 20 വർഷം തന്റെ സ്വകാര്യ ജീവിത സുഖമെല്ലാം മാറ്റിവെച്ച ഈ അമ്മയാണ് എന്റെ ദൈവം. ആ ചെറുപ്പക്കാരന്റെ വാക്കുകളിൽ ആ അമ്മയുടെ കപടതയില്ലാത്ത സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ആഴം നിറഞ്ഞു നിന്നിരുന്നു. റോമാലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന്. നമ്മിൽ എത്ര പേർക്ക് നിർവ്യാജമായ അഥവാ കാപട്യമില്ലാത്ത സ്നേഹത്തിന്റെ വക്താക്കളാകുവാൻ കഴിയും എന്നത് നാം ഉറക്കെ ചിന്തിക്കണം. ഇന്ന് ലോകത്തിൽ നാം കാണുന്ന അനേക തരത്തിലുള്ള സ്നേഹങ്ങളിലെല്ലാം ഏതെങ്കിലും വിധത്തിലുള്ള കപടതയോ സ്വാർത്ഥലാഭമോ അടങ്ങിയിട്ടുണ്ട്. ബിസിനസ് സ്ഥാപനത്തിലെ മുതലാളി തൊഴിലാളി ബന്ധങ്ങൾക്കിടയിലെ സ്നേഹം, വ്യാപാര സ്ഥാപനത്തിലെ ഉടമസ്ഥനും ഉപഭോക്താവിനും ഇടയിലെ സ്നേഹം, രാഷ്ട്രീയക്കാരുടെ സ്നേഹം, കാമുകന്മാരുടെ സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം, ഒരേ ഓഫീസിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കിടയിലെ സ്നേഹം, സഹപാഠികളുടെ സ്നേഹം തുടങ്ങി ജീവിതത്തിലെ അനേക തുറകളിലുള്ളവർക്കിടയിൽ സ്നേഹം വ്യാപരിക്കുന്നുണ്ട്. ഈ സ്നേഹ വ്യാപാരങ്ങളിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള കപടതയോ സ്വാർത്ഥതയോ കടന്നു വരുമ്പോഴാണ് ബന്ധങ്ങൾ തകരുന്നതും ജീവിതം അപകടത്തിലാകുന്നതും. ഈ പറഞ്ഞ ബന്ധങ്ങളിലെല്ലാം നിർവ്യാജമായ സ്നേഹത്തിന്റെ ഒഴുക്ക് നിറയുമ്പോൾ ജീവിതം എത്ര മനോഹരവും സുന്ദരവുമാകും. ആദ്യം പറഞ്ഞ സംഭവത്തിലെ അമ്മച്ചിയിലേക്ക് വീണ്ടും വരട്ടെ. 65-ാം വയസ്സിലാണ് വഴിയരികിലെ പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ ആ അമ്മയുടെ മനസ്സിനെ ഉലച്ചത്. അപ്പോഴേക്കും അവരുടെ 2 മക്കളെയും വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞിരുന്നു. അവർ ഭർത്താക്കന്മാരുമായി വിദേശത്താണ്. അമ്മച്ചിയുടെ ഭർത്താവ് ക്യാൻസർ രോഗത്തിൽ ചികിത്സയിൽ വീട്ടിലുണ്ട്. ആ അമ്മച്ചി വഴിയരികിൽ നിന്നാണ് ആ കുഞ്ഞിന്റെ ജീവന്റെ പിടച്ചിൽ തന്റെ സ്വന്തം കുഞ്ഞിന്റെ പിടച്ചിൽ പോലെ കേട്ടു. ആ കുഞ്ഞിന് ഒരു അല്ലലും പ്രയാസവും ഉണ്ടാകാതെ ദീർഘമായ 20 വർഷം വളർത്തി, നല്ല വിദ്യാഭ്യാസം നൽകി, സ്വന്തം കാലിൽ നിൽക്കുവാൻ പ്രാപ്തനാക്കി, നല്ല ചാരിതാർത്ഥ്യത്തോടെ ജീവിതയാത്ര പൂർത്തിയാക്കി മടങ്ങി. വഴിയരികിൽ ആ കരച്ചിൽ കേട്ട സമയം, ഇതിൽ എനിക്കെന്ത് കാര്യം, വഴിയിൽ കിടക്കുന്ന വയ്യാവേലി എടുത്ത് തലയിൽ വെക്കേണ്ട എന്ന് കരുതിയിരുന്നെങ്കിൽ ഒരു ജീവൻ എന്നേക്കുമായി ഈ ലോകത്തിന്റെ വെളിച്ചം കാണാതെ പൊലിഞ്ഞേനെ. ആ ജീവനെ നിലനിർത്തുവാൻ തന്റെ ജീവൻ തന്നെ ബലി കഴിച്ച ആ സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ പ്രതിരൂപമായി കാണാൻ കഴിയും. നിർവ്യാജമായ സ്നേഹത്തിന് പരമപ്രധാനമായി ആവശ്യമായിരിക്കുന്നത് ത്യാഗം സഹിക്കുവാൻ അതോ നഷ്ടം സഹിക്കുവാനുള്ള സന്നദ്ധതയാണ്. വ്യക്തിപരമായ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ നാം തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് നിർവ്യാജമായി മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. നല്ല ശമരിയാക്കാരന്റെ ഉപമയിൽ വഴിയരികിൽ കിടന്ന മുറിവേറ്റ് കിടന്ന മനുഷ്യന്റെ അടുക്കലെത്തിയ ശമരിയാക്കാരന്റെ മനസ്സിലെയുന്നു. എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ കഴുകുന്നു, തുണി കൊണ്ട് കെട്ടുന്നു, വാഹനത്തിൽ കയറ്റുന്നു, സത്രത്തിലേക്ക് പോകുന്നു. ഒരു ദിവസം അയാളുടെ കൂടെ അവിടെ താമസിക്കുന്നു. സത്രക്കാരനോട് ആവശ്യമായ നിർദ്ദേശം നൽകുന്നു, പണം നൽകുന്നു. അധികം വരുന്ന പണം തിരികെ വരുമ്പോൾ നൽകാമെന്ന് പറയുന്നു. എത്ര വലിയ ത്യാഗമാണ് അയാൾ സഹിക്കുന്നത്! എത്ര വലിയ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് അയാൾ പെരുമാറുന്നതെന്ന് നോക്കുക. സ്വന്തം മകനെ പോലെയോ സഹോദരനെ പോലെയോ ആ വഴിയാത്രക്കാരനെ കാണുവാൻ അയാൾക്ക് കഴിയുന്നു. അവനുവേണ്ടി എല്ലാ ത്യാഗവും സഹിക്കുവാൻ അയാൾ തയ്യാറാകുന്നു. ഇവിടെയാണ് നിർവ്യാജ സ്നേഹം നടപ്പിൽ വരുന്നത്. ഈ നല്ല ശമരിയാക്കാരന്റെ അതേ പ്രതിരൂപമായാണ് ആദ്യം പറഞ്ഞ സംഭവകഥയിലെ അമ്മച്ചിയെയും നാം കാണുന്നത്. ആധുനിക ലോകത്തിലെ മനുഷ്യരെ അടച്ചു കുറ്റം പറഞ്ഞ് ഈ ലോകം കപടത നിറഞ്ഞതാണെന്ന് ആക്ഷേപിച്ച് ഈ ലോകത്തിന്റെ കാപട്യത്വത്തോട് ചേർന്ന് ജീവിക്കുകയല്ല നമുക്ക് ആവശ്യം. ഈ ലോകത്തിൽ നല്ല ശമരിയാക്കാരനാകുവാൻ നമുക്ക് കഴിയും എന്ന് കാണിച്ചു കൊടുക്കുവാൻ ഇടയാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.